ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് ഇഫ്താറിൻ്റെ സമയത്തൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. മുട്ട വെച്ചിട്ടുണ്ടാക്കുന്ന തേങ്ങാമോറിയുടെ റെസിപ്പിയാണ്. വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും മറ്റൊരു ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 10 മുട്ട വെച്ചിട്ടാണ് ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. ഒരു സ്നാക്ക് റെഡിയാക്കാൻ നമുക്ക് ഒരു മുട്ട മൊത്തമായിട്ട് തന്നെ വേണം. അങ്ങനെ 10 മുട്ട വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് റെഡിയാക്കി എടുക്കുന്നത്. ഇനി ഈ മുട്ട നമുക്കൊന്ന് പുഴുങ്ങിയിട്ടെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ കുക്കറിൽ ഇട്ടിട്ടാണ് കേട്ടോ മുട്ട പുഴുങ്ങിയെടുക്കുന്നത്. കുക്കറിലിട്ട് പുഴുങ്ങിയെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മുട്ട വെന്ത് കിട്ടും. ഒരൊറ്റ വിസിലടിച്ചാൽ മതി. ഒരു വിസിലടിച്ചിട്ട് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. അതിനുശേഷം പ്രഷർ പോയതിന് ശേഷം ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ മുട്ട നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ടാകും കേട്ടോ. ഇനിയിപ്പോൾ സാധാ നമുക്ക് പാത്രത്തിൽ വേവിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. കുക്കറിൽ വേണം നിർബന്ധമൊന്നുമില്ല. ഇനി അതിലേക്ക് ഉപ്പും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മുട്ട വേവിക്കാനായിട്ട് വെക്കുക. അപ്പോൾ മുട്ടയൊക്കെ വേവിച്ചെടുത്ത് തോലൊക്കെ കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് കുറച്ച് ചിക്കൻ വേണം. ചിക്കൻ ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചിക്കനും കൂടെ ഉണ്ടാകുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് മാത്രം. അപ്പോൾ അതായത് 250 ഗ്രാമോളം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി 3 വലിയ സൈസിലുള്ള ഉരുളക്കിഴങ്ങ് മസ്റ്റാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് എന്തായാലും വേണം. അപ്പോൾ തോലൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് രണ്ടും പീസാക്കിയിട്ട് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതും വേവിച്ചെടുക്കാം. ഒരു 3-4 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ വെന്തോട്ടെ, നമുക്ക് ഉടച്ചെടുക്കേണ്ടതാണ് രണ്ടും. ഇനി അത് വേവുന്ന സമയം കൊണ്ട് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ 4 വലിയ സൈസിലുള്ള ഉള്ളി, 3 വലിയ സൈസിലുള്ള ഇഞ്ചി, കുറച്ച് പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, മല്ലിയില, ഇത്ര ഐറ്റംസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ചെറിയതാക്കിയിട്ട് വേണം നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാൻ. പച്ചമുളകൊക്കെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ചിക്കനും ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇനി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാരാനായിട്ട് കൊട്ടയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വരട്ടെ. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, നമ്മൾ എടുത്ത് വെച്ച ഐറ്റംസ് ഉണ്ടല്ലോ, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്തപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഉണ്ട്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താണ്. അത് എണ്ണയിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്കതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളക് കട്ട് ചെയ്തതാണ്, ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തത്, അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ, അത് നൈസായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഉള്ളി വഴറ്റിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അടച്ച് വെച്ച് കൊടുക്കരുത് കേട്ടോ. തുറന്ന് വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അടച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഉള്ളിലുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് അധികം ലൂസായിട്ടുള്ള പരുവത്തിലാവും കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അത് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അടച്ച് വെക്കാതെ തുറന്ന് വെച്ചിട്ട് തന്നെ ഉള്ളി സോഫ്റ്റ് ആക്കിയിട്ടെടുക്കുക. ഇനി അതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും അരിഞ്ഞതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ മസാല ഇവിടെ ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി, ഇത്ര ഐറ്റംസ് മാത്രം മതി കേട്ടോ. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് ഞാനിപ്പോൾ കത്തി വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഉരുളക്കിഴങ്ങുണ്ടല്ലോ വേവിച്ചെടുത്തത്,
അത് നന്നായിട്ട് ഉടച്ചതും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ആ ഉരുളക്കിഴങ്ങ് ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്കതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മസാല നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മസാല റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ മസാല അത്യാവശ്യം ഡ്രൈ ആയതിനു ശേഷം ചേർത്ത് കൊടുത്താൽ മതി. വെള്ളമൊക്കെ ഉണ്ട്, മസാല ഉള്ളിൽ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. അതിന് ശേഷം ആ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഉപ്പ് എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. എരിവൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുവരെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ ഇതൊന്ന് ഷേപ്പ് ചെയ്തിട്ടെടുക്കാൻ. അപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ കയ്യിൽ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒന്ന് ആക്കിയിട്ട് ആ മസാലയിൽ നിന്നും അത്യാവശ്യം വലിയ സൈസിലുള്ളൊരു ബോൾസ് ആക്കിയിട്ടെടുക്കുക. എന്നിട്ട് കൈയിൻ്റെ അടിഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് പരത്തി കൊടുക്കുക. അതിനുശേഷം ആ മസാലയുടെ സെൻറ്ററിലോട്ടായിട്ട് ഓരോ കോഴിമുട്ട വീതം എടുത്തിട്ട് ആ മസാല മുട്ടയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ ഒന്ന് കോട്ട് ചെയ്യുന്ന രീതിയിൽ കവർ ചെയ്തിട്ടെടുക്കുക കേട്ടോ. ആ മുട്ട മസാലയിൽ നന്നായിട്ട് തന്നെ ഒന്ന് കവർ ചെയ്തിട്ടെടുക്കുക. ഇനിയിപ്പോൾ മസാല നമ്മൾ ആദ്യം എടുത്ത മസാല കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി മസാല എടുത്തിട്ട് ബാക്കിയുള്ള ഭാഗം കൂടി കവർ ചെയ്തിട്ടെടുക്കണേ. അതുണ്ടല്ലോ ഈ ഒരു രീതിയിൽ മുഴുവനായിട്ട് തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുഴുവനായിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ മുഴുവനും ഞാനിതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മുട്ടയുടെ മിക്സിലും അതുപോലെ തന്നെ ബ്രെഡ് ക്രംസിലും ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മുട്ട പ്ലേറ്റിലേക്ക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബ്രെഡ് എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ. ബ്രെഡ് ക്രംസ് ആക്കി എടുത്തിട്ടുണ്ട്. അതിന് പകരം റസ്ക് പൊടിയോ അതല്ലെങ്കിൽ റസ്ക് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്താലും മതി. ഞാനിപ്പോൾ ബ്രെഡാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ ആ മുട്ടയിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ മുട്ട ഇല്ല, അതുപോലെ തന്നെ മുട്ടയുടെ ഫ്ലേവർ ഇഷ്ടമില്ല അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ മുട്ടയ്ക്ക് പകരം നമുക്ക് കോൺഫ്ലവർ ഉണ്ടല്ലോ, കോൺഫ്ലവറിൽ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നല്ല ലൂസായിട്ടുള്ള പരുവത്തിൽ കലക്കിയെടുത്താലും മതി. ഇനി നമുക്ക് ഓരോ ബോൾസും ഇതുപോലെ എടുത്തിട്ട് ആദ്യം മുട്ടയുടെ മിക്സിലൊന്ന് ഡിപ്പ് ചെയ്യുക. അതിനുശേഷം മറ്റേ കൈ വെച്ചിട്ട് ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് തന്നെ ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ രണ്ടും ഒരേ കൈ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്രെഡ് ക്രംസ് പെട്ടെന്ന് തന്നെ കട്ടയായിട്ട് പോകട്ടാ. ഇതിനിപ്പോൾ ഇതുപോലെ മൊത്തമായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ലാസ്റ്റ് ആയപ്പോൾ കുറച്ച് മാവ് ബാലൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. മസാല കുറച്ച് ബാലൻസ് ആയിട്ട് വന്നപ്പോൾ ഇത് ഞാനൊരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കിയിട്ട് മാറ്റിയതാണ്. അതും കൂടെ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇതാ മൊത്തമായിട്ടും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓയിലൊക്കെ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഓയിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് ഓരോ ബോൾസ് എടുത്തിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. മസാലയൊന്നും വേവാനൊന്നുമില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് ഒരു കളറൊന്ന് ചേഞ്ചായി വരേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ
ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം ഒന്ന് റെഡിയായി വരുന്ന സമയത്ത് ഒന്ന് മറിച്ചിട്ടിട്ട് എല്ലാ ഭാഗവും ഗോൾഡൻ കളറാവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കയ്യിലുള്ള സ്പൂൺ തട്ടിയിട്ടൊന്നും പൊട്ടിപ്പോവാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പൊട്ടിപ്പോവാൻ ചാൻസ് ഇല്ല, എന്നാലും കുറച്ച് ഹാർഡായിട്ടുള്ള സ്പൂണും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചിട്ട് മറിച്ചിട്ട് എടുക്കുക. അപ്പോൾ കണ്ടല്ലോ, ഇതുപോലെ മൊത്തമായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം ഇട്ട് കൊടുത്തതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഇതിൻ്റെ ഫ്രൈ ചെയ്യലൊക്കെ പെട്ടെന്ന് കഴിയും കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയിട്ട് കിട്ടും. ഇനി ഇതുപോലെ മൊത്തമായിട്ട് തന്നെ നമുക്ക് ഫ്രൈ ആക്കിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ ഇവിടെ മുഴുവനായിട്ടും തന്നെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ അത്. അപ്പോൾ ഇഫ്താറിൻ്റെ സമയത്തായാലും ഈവനിങ് സ്നാക്കായിട്ടൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സ്നാക്കാണ്. ഇനി ഇത് മുറിച്ചിട്ട് നടുന്ന് സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഷേപ്പ് സേവ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഷേപ്പ് കൊണ്ടാണ് ഇതിന് തേങ്ങാമുറി എന്നുള്ള പേര് വന്നിട്ടുള്ളത്. കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.